സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 3 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. 2 വൈദ്യുത വകുപ്പിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പോലീസ് സ്വാഭാവികമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ പൂർണ്ണമായി ആക്കി വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട, പറയേണ്ട കാര്യമില്ല. അതൊക്കെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈദ്യുത വകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നേക്കും. പോലീസും അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. 2-3 പ്രാവശ്യം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി എന്നെയും ഈ കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നടപടികൾ കർശന നടപടികളാണെന്ന് നിങ്ങൾക്കറിയാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നടപടി സ്വീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു. സാധാരണഗതി ഇത്തരം സംഭവങ്ങളുണ്ടായാൽ ഒരുപാട് വൈകും. ഒരു കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധാരാളം സമയം വൈകും. ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒട്ടും തന്നെ വൈകാതെ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ബഹുമാനവും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പറയും. വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി വന്നിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹം സംസാരിക്കും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞു. നമുക്കെല്ലാം ഇക്കാര്യത്തിനകത്ത് ഒറ്റ വികാരമേ ഉള്ളൂ, ഒറ്റ താല്പര്യമേ ഉള്ളൂ. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ വലിയ വിഷമമുണ്ട്. ഒരു സംഭവം നടന്നു, അതിനെ സംബന്ധിച്ച് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്, ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുക്കും. അന്വേഷണത്തിൻ്റെ കാര്യവും ആ കുടുംബത്തെ നമുക്ക് സഹായിക്കാനാണ് പരമാവധി പറ്റുക. മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എല്ലാവരും ഈ കാര്യത്തിനൊപ്പമുണ്ട്. ആ കുടുംബത്തിൻ്റെ വിഷമത്തിന്, വേദനയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ വേദനയെ പങ്കുചേരുകയാണ്. അവരുടെ അമ്മ അടുത്ത ദിവസമേ വരത്തുള്ളൂ, മിഥുൻ്റെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും വകുപ്പിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട 2 വകുപ്പിൻ്റെ മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്തും, വകുപ്പ് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്തും പ്രത്യേകം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രാഥമികമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെൻറ്റിനോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം, സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2, ഇത് എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HM-നെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ താൽക്കാലികമായി ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 4-ാമത്തെ കാര്യം, കുട്ടിയുടെ അനിയൻ അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. 5-ാമത്തെ കാര്യം തീരുമാനിച്ചത്, മാനേജ്മെൻറ്റ് ഈ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് വയ്ക്കുവാൻ ഉണ്ട്.